കാസർഗോട്ടേക്കാണ്. അവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നു. സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുക, എൻഡോസൾഫാൻ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം. 5 മാസത്തോളമായി മരുന്ന് നീതികളിൽ നിന്നെല്ലാം കിട്ടുന്ന മരുന്ന് കിട്ടാതായിട്ട് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മരുന്ന് മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം തളർന്നു കഴിഞ്ഞു. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ ഗവൺമെൻറ്റും വിചാരിക്കുന്നുണ്ട്. രോഗം കാരണം ഞങ്ങൾ ടയേർഡായി, ഞങ്ങൾ രക്ഷിതാക്കളായാലും അമ്മമാരായാലും. അതുകൊണ്ട് സമരത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി എല്ലാവരെയും മന്ത്രിമാരെയും എല്ലാവരെയും കാണാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരവുമായി തെരുവിൽ. ജീവിതം സമാനതകളില്ലാത്ത പ്രതിസന്ധികൾക്ക് നടുവിലാണെന്ന് അവർ വിളിച്ചു പറയുന്നു. സുപ്രീം കോടതി വിധിപ്രകാരമുള്ള സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ജീവിക്കുന്ന ഒരു മാർഗവുമില്ല, മരുന്ന് കിട്ടുന്നില്ല. 1600 പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് മരുന്നിന് എനിക്ക് ടെൻഷൻ, മംഗലാരത്തിന് ടെൻഷൻ്റെ ഗുളിക തിന്നുന്നു, അതും കൂടെ എനിക്ക് ചെയ്യുന്നില്ല. പെൻഷൻ തന്നെ കൊടുക്കുന്നില്ല. അതിനും നമ്മൾ സമരം ചെയ്യണം, എന്നാലേ കുറച്ച് കൊടുത്തു തുടങ്ങും. വീണ്ടും അതേ അവസ്ഥയാണ്, വീണ്ടും സമരം ചെയ്യണം. പിന്നെ വിവാദ ഉത്തരവ്, ഇപ്പോൾ ആ വിവാദ ഉത്തരവ് പിൻവലിക്കണം. 2017 നടന്ന മെഡിക്കൽ ക്യാമ്പിലൂടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 1000-ലധികം പേരെ പിന്നീട് പുറത്താക്കിയിരുന്നു. അതിന് കാരണം 7 വർഷത്തിനിപ്പുറവും അധികൃതർ വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് ദുരിതബാധിതരുടെ ആരോപണം. പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുടുംബങ്ങളും സമരപ്പന്തലിലെത്തി. സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ ഈ ഭരണത്തിൽ ഒരു പെൻഷനും കൂടി റദ്ദായി കിടക്കുന്നത് കൊണ്ട് സമരത്തിനും കൂടി ഇറങ്ങേണ്ടി വന്നു. ഭയങ്കര ദൂരം, അതിന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സമരത്തിന് അവർ പറയുന്നത് അങ്ങനത്തെ ഒന്നും ഇല്ല. അത് പിന്നെ ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം അവർക്ക് കണ്ണില്ല കാണാൻ. മന്ത്രി PA മുഹമ്മദ് റിയാസ് ചെയർമാനായ എൻഡോസൾഫാൻ സെല്ലിന്റെ യോഗം ചേർന്നിട്ട് 1 വർഷം പിന്നിട്ടു. പരാതി പറയാൻ പോലും ഇടമില്ലെന്ന് ചുരുക്കം. നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ദുരിതബാധിതർ പറയുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അവരെ നിർബന്ധിതമായി തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. സമാനതകളില്ലാത്ത പ്രതിസന്ധികൾക്ക് നടുവിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. തെരുവിൽ സമരം ചെയ്യേണ്ട സാഹചര്യം, അതിലേക്ക് അവരെ എത്തിക്കാൻ പാടില്ലായിരുന്നു. പ്രതികരണങ്ങളിലേക്ക്. കാണുന്നില്ലേ നിങ്ങൾക്ക്? പ്രയാസം ഇല്ലു പറയാൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു 511 ആളെ എടുത്തു. അതിലും ഇവൻ ഔട്ടായി. ഇല്ല, ഒന്നും പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. ഒരു ആശ്വാസകിരണമുണ്ട്, അതും കിട്ടുന്നില്ല. അത് കിട്ടിയതിന് കുറച്ച് ആശ്വാസമായിരുന്നു നമുക്ക്. ഭർത്താവിന് സുഖമില്ല, ഇവൻ്റെ അനിയനുണ്ട്, ഓൻ ഉച്ചവരെ ക്ലാസ് എടുത്തിട്ട് ഉച്ചരിഞ്ഞിട്ട് പണിക്ക് പോകും. 1031 പേരെയും തിരിച്ചെടുക്കണം. ഞങ്ങൾക്ക് മരുന്ന് ചികിത്സ എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടാതെ ഒരുപാട് ആളുണ്ട്. പെൻഷൻ മുടങ്ങി കിടക്കുന്നു. പിന്നെ തിരുവനന്തപുരം പോലെ പോയിട്ട് നമ്മൾ സത്യാഗ്രഹം നടത്തിയതാണ്. ഞങ്ങൾ കാലശേഷം ഇപ്പം തന്നെ ഞങ്ങൾക്കെല്ലാം സുഖമില്ലാതായി. മരുന്ന് ഇല്ല, എല്ലാം വാങ്ങണം, പുറത്തുനിന്ന് വാങ്ങണം. വലിയ പൈസ വരുന്നുണ്ട്. പിന്നെ ആകെ കിട്ടുന്നത് നമുക്ക് ഒരു 1600 പെൻഷൻ കിട്ടുന്നുണ്ട്. മരുന്നിന് തന്നെ വേണം മാസത്തേക്ക് ഒരു 3000 അടുത്ത്. നമുക്ക് മരുന്നെന്ന് പറയുന്നത് മോനെ പിന്നെ മരുന്ന് ആവശ്യം വരുന്നില്ല. ഓൻ്റെ അത് ചികിത്സിച്ച ഭേദമാകുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് മരുന്ന് വേണ്ടി വരുന്നില്ല. ഞങ്ങൾ ഇത്ര ഭയങ്കര കഷ്ടത്തിലായി. ഞങ്ങൾ ഈ കുഞ്ഞിക്ക് ഇങ്ങനെ മരുന്ന് തെളിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞിക്ക് സുഖമില്ലാതെയായി. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ മരുന്നിനും പൈസ ഇല്ല. മറ്റേ ഇൻഷുറിന് പൈസ കിട്ടിക്കൊണ്ടതിന് മരുന്ന് അതും ഇല്ല ഞങ്ങൾക്ക്. അതും മുടങ്ങി, പെൻഷനും മുടങ്ങി, ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഏതവസ്ഥ ഞങ്ങളെ കുഞ്ഞിനെ പോറ്റേണ്ടത്? വയറിൽ ക്യാൻസറാണ്. മാസം പോകാൻ വേണ്ടിയിട്ട് പൈസ ഒന്നുമില്ല, മരുന്നില്ല, ഒന്നുമില്ല. സർക്കാർ ഇവരുടെ ഈ ദുരിത ജീവിതം കാണണം. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. കുഞ്ഞുമുഹമ്മദ് പറയുന്നുണ്ട്, എൻഡോസൾഫാൻ ദുരിതം ബാധിച്ചവരുടെ അവസ്ഥയ്ക്ക് നേരെ പുറംതിരഞ്ഞ് നിൽക്കല്ലേ സർക്കാരെ, അവരെയൊക്കെ നിർബന്ധമായും പരിഗണിക്കണം. മ്യൂസിക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്നു. എൻഡോസൾഫാൻ എത്ര കാലമായി ഇവിടെ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഭയമാകുന്നു. സർക്കാർ ഇവിടെ ഇങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സർക്കാരിൻ്റെ ഇടപെടൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.